അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം ഒന്ന് കാണാം. ചെമ്മീൻ 1/2 കിലോ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് വേണ്ട ഉപ്പൂടെ അതിലോട്ട് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അത് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഓവർ ഫ്രൈ ആവേണ്ട. മസാലയ്ക്കുള്ളത് ഒരു വലിയ തക്കാളി, 1.5 സബോള വലുത്, 4 പച്ചമുളക്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഉള്ളി. ഇനി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച സബോളം കൂടി ഇട്ടിട്ട് ഒരു ബ്രൗൺ കളർ വരണ വരയ്ക്കും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കുറച്ച് ഓയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ബ്രൗൺ കളർ ഇപ്പോൾ ആയി വന്നു. ഇനി അത് കോരി മാറ്റാം. സെയിം പാനിലോട്ട് തന്നെ മസാല തേച്ച് വെച്ച ചെമ്മീനും കൂടി അതിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ആയാൽ മതി, ഫ്രൈ ഓവർ വേണ്ട. പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എൻ്റെ അടുത്തുണ്ട്, അത് കാരണം പച്ചമുളക് ഫ്രൈ ചെയ്തിട്ട് എടുത്തു. ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കട്ട് ചെയ്ത് വെച്ച സബോള ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് ക്രഷ് ചെയ്തത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടൂടെ ഒന്ന് ഇളക്കാം. ഞാൻ 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളി, തക്കാളിയുടെ അതിലോട്ട് ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു പിഞ്ച് പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം പോണ വരയ്ക്കും ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, പുതിന ഇല. എൻ്റെ അടുത്ത് മല്ലിയില ഇല്ല, അത് കാരണം പുതിനൻ്റെ ഇല മാത്രമാണ് ഞാൻ ഇതിലോട്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ തൈര്. അത് ആവശ്യത്തിന് വേണ്ടത് ഓരോരുത്തർ ചേർത്തിയാൽ മതി, പുളി അനുസരിച്ചിട്ട് ചേർത്തിയാൽ മതി. ഇത് പുളി ഇല്ലാത്ത തൈരാണ്, അത് കാരണം ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടത് ചേർക്കാം. ഒരു പ്ലമ്മും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്തി, ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട്. അത് ഡ്രൈ പ്ലമ്മാണ്, അപ്പോൾ ഈ കമ്പനിയിലത്തെ പ്ലമ്മാണ് ഞാൻ ഇതിലോട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിന് ശേഷം ഞാൻ കുറച്ച് സബോള വറുത്ത് കോരി മാറ്റി വെച്ചിരുന്നു ഇതിലോട്ട് ഇടാൻ. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് ഒരു ചെറിയ മുറി ക്യാരറ്റൂടെ ചെറുതായി കട്ട് ചെയ്തതും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തു. അതിന് ശേഷം വറുത്ത് വെച്ച ചെമ്മീനും കൂടി ഇതിലോട്ട് ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു. ഇപ്പോൾ ചെമ്മീൻ മസാല റെഡിയായി. ഇനി റൈസിനുള്ളത് നോക്കാം. 1.5 ഗ്ലാസ്സിലാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്. അത് 230 ml 1.5 കപ്പാണ് അരി ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രം വെച്ച് വെള്ളം കൂടി വെച്ച് വെള്ളം ഒന്ന് ചെറുതായി ചൂടായതിന് ശേഷം അതിലോട്ട് 3 കരാമ്പട്ട, 3 കറാമ്പൂ, 4 ഏലക്ക, ബേലീസ്, കുറച്ച് ജീരകം, നല്ല ജീരകം, കുറച്ച് ഉപ്പൂടെ ഇടാം, കുറച്ച് നെയ്യും കുറച്ച് ക്യാരറ്റും ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. വെള്ളം ഇനി നല്ല പോലെ ഒന്ന് തിളക്കണം. അതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ച അരിയും കൂടി അതിലോട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഊറ്റി വെച്ച റൈസ് അതും കൂടി ഇതിലോട്ട് ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം.
ഓവറായി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അരി പൊട്ടിപ്പോവും. അപ്പോൾ കുറച്ച് ഒന്നൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി ഒന്ന് നല്ല പോലെ അടച്ച് വെക്കുക. ഇനി 2-3-4 തിള വരുന്ന വരക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക. അരി ഓവറായിട്ട് വേണ്ട ആവശ്യമില്ല, 3/4 ഭാഗം വെന്താൽ മതി. ഇപ്പോൾ എൻ്റെ അരി വെന്തു. ഇനി അത് ഊറ്റാം. അതിന് ശേഷം ഇനി ദം ചെയ്യാൻ വെക്കാം. ദം ചെയ്യേണ്ട പാനിലോട്ട് വെള്ളമൊന്നും ഇല്ലാത്ത മാതിരി വേണം. അതിലോട്ട് കുറച്ച് ഗീ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ റെഡിയാക്കി വെച്ച മസാലയും കൂടി ഇട്ട് ഒന്നുകൂടെ ലെയർ ചെയ്യാം. ചോറൊന്നുകൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് എടുക്കാം. അതിലോട്ട് കുറച്ച് ബിരിയാണി മസാല അല്ല, പൈനാപ്പിൾ എസൻസ് കൂടി ഇടാം. കളറും കൂടി ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്, റെഡ് കളറും യെല്ലോ കളറും കൂടി ചേർത്തിട്ടുണ്ട്. അതും ഇട്ട് ഒന്ന് ഇതാക്കാം. അതിലോട്ടാണ് ഞാൻ പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് ആക്കി വെച്ചത്. കുറച്ച് ഗരം മസാലയും കൂടി ഒന്ന് ചോറിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വറുത്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില പുതിനയും കൂടി ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് RKG ഒഴിച്ച് നല്ലപോലെ അടച്ചു വെക്കുക. ഇനി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള പാന് അടിയിൽ വെച്ച് അതിൻ്റെ മുകളിലാണ് ഞാൻ നമ്മൾ ദം ചെയ്യാനുള്ള റൈസ് വെച്ചത്. ഇപ്പോൾ ഒരു അരമണിക്കൂർ വെച്ച് ഇപ്പോൾ ദം ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി. സ്വാദിഷ്ടമായ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡിയായി. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.